കരുവാരകുണ്ട് ഫെസ്റ്റിൽ ഗ്രാമോത്സവത്തിന് തുടക്കമായി. ബഡ് സ്കൂൾ വിദ്യാർത്ഥികളാണ് കരുവാരകുണ്ടിൻ്റെ അനുഗ്രഹീത കലാകാരന്മാർ അണിനിരക്കുന്ന ഗ്രാമ കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, നുഹ്മാൻ പാറമ്മൽ, ടി.കെ. ഉമ്മർ, സുഫൈറ PC, ഷീന ജിൽസ്, IT സാജിദ, BC ഉണ്ണികൃഷ്ണൻ, PV കുഞ്ഞാപ്പു ഹാജി, വയലിൽ ജോയ്, അൻസാർ ചെറി, TD ജോയി, ജെയിംസ് മാസ്റ്റർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആതിര രതീഷിൻ്റെ ശിക്ഷണത്തിൽ നാട്യലയ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയിലെ നർത്തകരുടെ നൂപുര ധ്വനികൾ ഉയർത്തിയ നൃത്തങ്ങളും, മുഹമ്മദ് കുരിക്കളുടെ ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ വിസ്മയിപ്പിക്കുന്ന അയോധന കലാപ്രകടനവും, സുനീർ കരുവാരകുണ്ടിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചൊരുങ്ങിയ യുവാക്കളുടെ ലൈഫ് സ്റ്റൈൽ മൾട്ടി ജിം ബോഡി ഷോയും, രഞ്ജിത്ത് കരുവാരകുണ്ടിൻ്റെ വൺമാൻ ഷോയും കാണികളെ ആവേശ പുളകിതരാക്കി. കരുവാരകുണ്ടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവം എന്നുള്ള രീതിയിൽ കരുവാരകുണ്ടിൻ്റെ ഫെസ്റ്റ് എല്ലാവർക്കും ഒരുമിച്ചിരിക്കുവാനും ഒരു വേദി കലയുടെയും സാംസ്കാരികവും സന്നദ്ധവും ഒക്കെയായിട്ടുള്ള ഒരു വലിയ കാരുണ്യത്തിന്റെ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഭരണസമിതി നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കള്, യുവജന സംഘടനാ പ്രതിനിധികള്, വ്യാപാരികള്, അതേപോലെ പാലേജീവിന്റെ പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനങ്ങളും, നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ പുറകിലുണ്ട് എന്നുള്ളത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ നന്ദിയാണ് അവർക്ക് ഭരണസമിതി അർപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ സീസണിലെ രണ്ടാമത്തെ, കഴിഞ്ഞ വർഷം അതിഗംഭീരമായൊരു ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചു. ഇത് മുന്നോടിയായി ഇത് രണ്ടാം ഘട്ടം ഈ കഴിഞ്ഞ 24-ാം തീയതി തുടക്കം കുറിച്ച് കഴിഞ്ഞു. 16-ാം തീയതി വരെ ഈ ഫെസ്റ്റ് ഇതേപോലെ തന്നെ ഓരോ ചടങ്ങുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. കരുവാരകുണ്ട് ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണയും ഈ വർഷവും അത് നടത്തുന്നത്. ശൂരതാരക
അറിയാം, നമ്മുടെ കവിയപ്പൊന്നമ്മ ചേച്ചി നമ്മളെ വിട്ട് പിരിഞ്ഞു. അപ്പോൾ അവരുടെ ശബ്ദമായിരുന്നു സ്കൂട്ടപ്പായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കവിയപ്പൊന്നമ്മ ചേച്ചി സ്വാമി വന്നിട്ടും കാര്യമില്ല. ഇത് മണ്ണിലിറങ്ങിയ ഗന്ധർവന ഗന്ധർവൻ. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ മഞ്ജു വാര്യർക്ക് ശേഷം വന്ന ഒരു നടിയാണ് മീര ജാസ്മിൻ. മീര ജാസ്മിൻ്റെ സൂത്രധാരൻ എന്ന സിനിമയിൽ ചെറിയൊരു പ്രായത്തിലായിരുന്നു അഭിനയിച്ചത്. അതിൽ ആ ശബ്ദം നമുക്കൊന്ന് ആദ്യം കേൾക്കാം. മീനാക്ഷിനെ കണ്ടു? എനിക്കറിയില്ല, പേരറിയാം, ശിവാനി. അങ്ങനെയൊന്നുമല്ല, ശിവാനി പണക്കാരും പോലീസുകാരൊക്കെ വന്നതിന് എന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാവരും കാണില്ലേ, ഞാനൊരു ചെറിയ സുന്ദരി കുട്ടിയല്ലേ. അതിനുശേഷം കസ്തൂരിമാൻ എന്ന സിനിമയിൽ മീര ചേച്ചി അഭിനയിച്ചപ്പോൾ ശബ്ദത്തിന് വേറൊരു വ്യത്യാസം ഒക്കെ വന്നു. ആ ഒരു ശബ്ദം അമ്മാമേ, ജീവിതത്തിലെ പോലെ കാശ സഖാവുകയല്ലേ പറഞ്ഞു. പണം വരുമ്പോൾ 4 ലക്ഷം പഠിച്ച് അതേ ഉണ്ടാവുന്നു. പരീക്ഷ 4 ലക്ഷം രൂപ പഠിക്കും. IAS പഠിച്ച് വലിയ കലക്ടറാന്ന് അമ്മാമയ്ക്ക് വാക്ക് കൊടുത്ത ആളല്ലേ. അതുപോലെ തന്നെ നമുക്ക് എത്ര മലയാള സിനിമയിൽ എത്ര കോമഡി താരങ്ങൾ വന്നാലും നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു കോമഡി താരമുണ്ട്. ആരെന്നൊന്ന് പറയാൻ പറ്റുമോ? ആരാ? അതെ, നമ്മുടെ ജഗദീഷ് ചേട്ടനായിരുന്നു. എത്ര കോമഡി താരങ്ങൾ വന്നാലും നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത എത്രയോ സിനിമയിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു താരമായിരുന്നു ജഗദീഷ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.